യുവവാണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ 2 അംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രാഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രാഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ 3 പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ആദ്യം ഞാൻ ആര്യ. ഞാൻ അനുഗ്രഹ. ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത് അരുൺ കൊറിയോഗ്രാഫറാണ്. അസ്ത്ര ഡാൻസ് കമ്പനിയിലാണല്ലോ നിങ്ങളെല്ലാം ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ അസ്ത്ര ഡാൻസ് കമ്പനി, എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെ നിങ്ങൾ അതിലേക്ക് വന്നു എന്ന ഒരു ആമുഖത്തോടെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം. അരുണാണ് നമ്മളോട് ആ കഥ പറയാൻ പോകുന്നത്. 26 വർഷമായിട്ട് ഇപ്പോൾ അസ്ത്ര എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാഷ് ഗോകുൽദാസാണ് ഞങ്ങളുടെ മാഷ്. അപ്പോൾ ആളാണിത് ആദ്യം തുടങ്ങുന്നത്. ആളതിന് മുന്നേ വർഷങ്ങളായിട്ട് ഒരു 1996 മുതൽ ആൾ പഠിക്കുന്നത് മറ്റ് ആശന്മാരുടെ കീഴിൽ കളിക്കുന്നുണ്ട്. 2000 സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ബാച്ചിലാണ് ഞങ്ങൾ. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ ഒരു 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേര് ചെല്ലുന്നത്. അങ്ങനെ തുടങ്ങി ഞങ്ങൾ സിനിമാറ്റിക്കിൻ്റെ മത്സരങ്ങൾ, ഈ ഓൾ കേരള മത്സരങ്ങളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നു വെച്ചത്. അങ്ങനെ കളിച്ച വേദികളിൽ ഫസ്റ്റ് പ്രൈസ് അന്നും അതുപോലെ അത്യാവശ്യം ഫസ്റ്റ് പ്രൈസുകൾ കിട്ടുമായിരുന്നു. കേരളത്തിൽ അത്യാവശ്യം സ്ഥലങ്ങളിൽ നമ്മൾ പോയി കളിക്കും. നല്ലപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെയാണ് ടീം പതിയെ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം കുറേ കുട്ടികൾ ഇതുപോലെ പുതിയ കുട്ടികൾ വന്നു. ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡായിട്ട് തന്നെ ഏകദേശം ഒരു 32-34 പേരോളം വലിയ കുട്ടികളുണ്ട്. ബാക്കി ഇതുപോലെ ചെറിയ കുട്ടികളും ഡിഗ്രിക്കും 10ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ വേറെ ബാച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോഴേ നിലവിൽ ഈ 2 വർഷമായിട്ടുള്ളൂ, നമ്മളിപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ കൈകൊട്ടിക്കളി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് ഈ നമ്മുടെ ഗോകുൽദാസ് മാഷ് തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൂടി നിൽക്കുന്നതും. ശരി, അപ്പോൾ കൈകൊട്ടിക്കളിയിലേക്ക് വരാം. അതിനു മുൻപ് അസ്ത്രയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് വളരെ വൈറലായിരുന്നു. അതായത് ഒരു മത്സരവേദിയായിരുന്നു അല്ലേ? മത്സരവേദിയിൽ സമ്മാനം കിട്ടിയ ശേഷം നിങ്ങൾ നടത്തിയ ഒരു പെർഫോമൻസ് വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആര്യയാണ് മറുപടി പറയാൻ പോകുന്നത്. എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞ റീലൊക്കെ ഇറങ്ങിയല്ല. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇത്രയും വൈറലാകുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. എവിടെ വെച്ചായിരുന്നു ആ ഒരു ഡാൻസ്? ആ പ്രോഗ്രാം ഒരു കോമ്പറ്റീഷൻ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഒന്ന് കളിച്ചതാണ്. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വെറുതെ സ്പോട്ടിൽ കളിച്ചതാണ്, പഠിച്ചങ്ങനെ കളിച്ചതാണ്. പക്ഷെ അത് 1 മില്യൺ കയറുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ അങ്ങ് ചെയ്തതാണ്. അതെ അതെ. അത് ആക്ച്വലി അന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ 2 മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ മത്സരം ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ 2ാമത്തെ മത്സരത്തിൽ അതുപോലെ ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ ഓൾറെഡി മറ്റുള്ള ടീമുകൾ കളിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ലേറ്റായിട്ട് വന്നേക്കുന്നത് കൊണ്ടിട്ട്. അവിടെ കമ്മിറ്റിയുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് അവർ ഞങ്ങളെ ചെയ്യാനായിട്ടൊരു പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 2ാം സ്ഥാനമാണ് നമുക്ക് പ്രൈസ് വേണം. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലത്തും പ്രൈസ് കിട്ടി എന്നുള്ളതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ, അല്ലാതെ ഇവർ വണ്ടി പോകുമ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നമുക്ക് ഇന്ന് ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്താലാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ബാക്ക് സ്റ്റേജിൽ ചെന്നു. ഞങ്ങൾ ഒരു 8-9 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെറുതെ ചെയ്തു, കൊറിയോഗ്രാഫി തയ്യാറാക്കി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് ഇൻട്രസ്റ്റോടെ ചെയ്തു. നേരെ വന്ന് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ മൈക്കെല്ലാം ഊരി, മൈക്കൊന്നും ഇല്ല നമുക്ക് ചെയ്യാം, ഇപ്പോൾ സൗണ്ട് ഇല്ല. അനൗൺസ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു മൈക്ക് തരാം. അപ്പോൾ ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ട് മൈക്ക് വെച്ചു കൊടുത്തു. സൗണ്ട് 10:30 കഴിഞ്ഞതിന് ശേഷം സൗണ്ട് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കളിച്ച് അപ്പോൾ അത് ആ ഒരു നമ്മൾ നോർമലി ഡാൻസ് ഒരു ക്ലാസ്സിൽ കളിക്കുന്ന പോലെ കളിച്ചങ്ങോട്ട് വിട്ടുപോയി. കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അത് നോർമലി എപ്പോഴും നടക്കുന്ന പോലെ നടന്നു. നേരെ വെളുത്തപ്പോഴാണ്
പല കോൾസ് വരുന്നു, മെസ്സേജുകൾ വരുന്നു. അപ്പം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഈ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, സന്ദീപ് പുത്താനി എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഈ വീരനാട്യത്തിനൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളാണ്. അപ്പോൾ ആള് രാവിലെ വിളിച്ചു, ഇങ്ങനെ വീഡിയോ കയറുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ വീഡിയോ ഒരു 500K മേളിൽ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ അത് അത്രയും ആയപ്പോൾ തന്നെ നല്ല കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചേട്ടാ അത് കയറി, ഇവര് ഇത് കയറിണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്, ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജുകളും കുറേ വരുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം നമുക്ക് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ സാറാണെങ്കിൽ നമുക്കതിന് ലൈക്ക് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇട്ടു ആള്. പിന്നെ ഈ സോങ് എഴുതിയ സിംഗ് ചെയ്ത ആളും ഇതുപോലെ സ്റ്റോറി ഇട്ടു, ആള് സ്റ്റോറി ഇടുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം ഇതുപോലെ സ്റ്റോറിയും നമുക്ക് അറിയാവുന്നവരൊക്കെ നമ്മൾ വിളിച്ചും ചോദിച്ചായിരുന്നു, നല്ല പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ അത്യാവശ്യം നെഗറ്റീവുകൾ വന്നു, നെഗറ്റീവുകൾ അത്യാവശ്യം നല്ല പോലെ വന്നു. അത് ആര്യക്ക് നല്ല പോലെ നെഗറ്റീവ് കിട്ടി ആദ്യമേ തന്നെ. പക്ഷെ അതൊക്കെ നല്ല രീതി, ഞങ്ങൾക്കെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മത്സരങ്ങൾ കളിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ കൊണ്ട് ജയിപ്പിക്കാറുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ ഹാപ്പി. ഇപ്പൊ പ്രൈസ് ഒരു സ്ഥലത്ത് കളിക്കാൻ പോയി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഒരു വിഷമവുമില്ല. കാരണം ഇവര് കളി കിട്ടിയില്ലെങ്കിലും കാരണം ഇവര് ഹാപ്പിയാണ്. കാരണം ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ബിസിയായി. നേരത്തെ പഠിക്കാൻ പോകണം, പ്രാക്ടീസിന് വരണം, പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ഷോസൊക്കെ ചെയ്യണം. അത് ഇവരുടെ ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കിയിട്ടേ ചേട്ടൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ചേട്ടൻ സമ്മതിക്കില്ല വർക്ക് എടുക്കാൻ. ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്നേ പറയുള്ളൂ. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഡെയിലി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ പോകുന്നുണ്ട്, എക്സാമിന് പോകുന്നുണ്ട്. പ്രോഗ്രാം വരുമ്പോൾ വണ്ടിയിലിരുന്ന് പഠിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് സ്പേസ് സമയം കിട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ പഠിക്കാനുള്ള സമയം അവർ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അനുഗ്രഹ വീട് എവിടെയാ? എൻ്റെ വീട് വാച്ചാക്കല്, എറണാകുളം തന്നെ. വൈപ്പിൻ, നിങ്ങളെല്ലാരും വൈപ്പിൻ ഒരു സൈഡ് തന്നെയാണ് അല്ലേ? നമ്മുടെ അസ്ത്ര ഡാൻസ് കമ്പനിയും വൈപ്പിനിന്നാണ്. അതെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലത്. ഓക്കെ. അപ്പോൾ എത്ര കാലമായി അനുഗ്രഹം ഇവിടെ പഠിക്കാൻ തുടങ്ങി? ഇപ്പൊ 8 വർഷം. 8 വർഷമായി. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അത്ര അടിപൊളി. എന്തായാലും ഇവിടെ വന്ന് വിട്ടത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്, ഈ ഡാൻസ് ക്ലാസ്സിൽ വന്ന് വിട്ടത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണം. ആര്യ? എൻ്റെ വീട് വൈപ്പിൻ തന്നെയാണ്. എത്ര കാലമായി ഇവിടെ അസ്ത്രയില്? ഞാനിപ്പോ 13 വർഷമായി. 13 വർഷമായിട്ട് അവിടെ പഠിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സീനിയർ സ്റ്റുഡൻ്റ് ആണ്. ശരി. അപ്പോൾ ആര്യയ്ക്ക് നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയെന്നും പറഞ്ഞു ഇവിടെ നേരത്തെ അരുൺ സാറ് പറഞ്ഞു. ഈ നെഗറ്റീവ്സ് ഒക്കെ ആദ്യം കിട്ടിയപ്പോൾ ആദ്യമൊക്കെ സങ്കടമൊക്കെ ഫീൽ ചെയ്ത് കാണും, പിന്നെ അതെങ്ങനെ പോസിറ്റീവായി മാറിയ നമുക്കതും അതുകൊണ്ട് കേട്ടായതാണ്. അതെ, ഒരു ദിവസം എന്നെ രാവിലെ വിളിച്ചു, ഒരു 7:30 വിളിച്ചിട്ട്, കോളേജിൽ പോകുന്നതിന് മുന്നേ 7:30 വിളിച്ചിട്ട് കരയണയാണ് നല്ലോണം. എന്താണ് ആര്യ, ഒരാൾ മോശമായിട്ട് എന്തോ സംസാരിച്ചു, അതുപോലെ അത് ഡയറക്റ്റ് കമൻറ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കണ്ട, നമുക്കത് ശരിയാക്കാം. അപ്പോൾ വീട്ടിലും അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ മോനെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, നമുക്ക് ഞാൻ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചു. ഞാൻ ചേട്ടനും കൂടി വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് പേഴ്സണലായിട്ട് നമ്മൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിലും പ്രതികരണങ്ങൾ വരാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, ഓരോരുത്തരുടെ കമൻറ്റ് പറയുക എന്നുള്ളത്. അത് പല രീതിയിലും വരാം. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. അതിൽ പലരും പല അഭിപ്രായക്കാരുണ്ടാവും. അവരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതിനുശേഷം ഇതുവരെ എല്ലാം പോസിറ്റീവ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും ചിരിച്ച് നിൽക്കും, എന്ത് ചീത്ത പറഞ്ഞാലും അത് ചിരിച്ച് നിൽക്കും, നല്ലോണം പെർഫോം ചെയ്യും, ഒരു കുഴപ്പമില്ല. ആള് ഫുൾ റേഞ്ചാണ്. സ്റ്റേജിൽ കയറി രണ്ടുപേരും ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ആണെങ്കിലും 14 പേരും ഫുൾ പവറാണ്. 2.5 മണിക്കൂർ പവർ പാക്കാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞങ്ങൾ ഒരു പ്രാക്ടീസ് സെക്ഷനൊക്കെ അതുപോലെ തന്നെയാണ്.
അല്ല, പെർഫോമൻസ് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ് അല്ലെ, പെൺകുട്ടികളോടൊക്കെ ആണെങ്കിലും ഇതേപോലെ നെഗറ്റീവ് വന്നാലും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് മാറാതിരിക്കുക, നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഡാൻസിൻ്റെ പെർഫോമൻസിൽ എപ്പോഴും കാണാറുണ്ട് ഒരു യൂണിഫോം, അത് ഒരു മഞ്ഞ ചുവപ്പ്, അതെങ്ങനെയാ വന്നത്? അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ 2 കളർ ഇതുപോലെ തന്നെ വൈറ്റും ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ ഈ കളറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കൺഫ്യൂഷനിലേക്കാണ് എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കിയിട്ട് വൈറ്റിൽ ആദ്യം വെച്ച്, പക്ഷെ വൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ തൃപ്തിയാകുന്നില്ല, അടിച്ചു നിൽക്കുന്നില്ല. വൈറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഒരു അട്രാക്ഷൻ നമുക്ക് കിട്ടാനില്ല. പിന്നെ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു. അത് സാധനം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഈ സാധനം അത് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ മത്സരത്തിന് ഞങ്ങൾ ഇറങ്ങി. ആദ്യത്തെ മത്സരത്തിന് തന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് വന്നു. അപ്പോൾ ഭാഗ്യ കോസ്റ്റ്യൂം. ആ കോസ്റ്റ്യൂം ഇട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 കോമ്പറ്റീഷൻസ് അടുപ്പിച്ചടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് വന്നു. അതാണ് നമുക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിയത്. പിന്നെ ഈ കോസ്റ്റ്യൂമാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഐഡന്റിറ്റി, ആ കോസ്റ്റ്യൂമാണ്. അതിട്ട് നിന്ന് കഴിഞ്ഞാൽ അറിയും നമ്മൾ ആൾക്കാർ. എവിടെ ഇപ്പോ കോസ്റ്റ്യൂം നമ്മൾ വേറെ ഒരു ഗ്രീൻ കോസ്റ്റ്യൂം ഉണ്ട് കയ്യിൽ, പക്ഷെ നമ്മൾ അത് പ്രോഗ്രാമിൽ ഇടട്ടെന്ന് ചോദിച്ചാലും സമ്മതിക്കാറില്ല. നമുക്ക് ഇത് മനസ്സിലൊരു പേടി, ഭാഗ്യ കോസ്റ്റ്യൂം. അത് വന്ന ഓഡിയൻസിന് അത് മതി. ഓഡിയൻസ് നമ്മൾ വേറെ ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വേണ്ട, നിങ്ങൾ മറ്റേത് തന്നെ യൂസ് ചെയ്താൽ മതി, അതാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ ഇടിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ അങ്ങ് വൈറലായി കഴിഞ്ഞു, ഫേമസ് ആയി കഴിഞ്ഞു. അസ്ത്ര തന്നെ വേണം എന്ന് ചോദിച്ചു വരുന്നവരുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്കൊരു ദിവസം അത്യാവശ്യം ഒരു 30-35 കോൾ ഒരു ദിവസം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഡേറ്റിൽ തന്നെ 2 പ്രോഗ്രാമോ 3 പ്രോഗ്രാമൊക്കെ വിളിക്കുമ്പോഴും നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാൽ അവർ സമ്മതിക്കില്ല. അവർക്ക് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ഭയങ്കര പ്രഷർ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു വാക്ക് നമ്മൾ ആദ്യം പറഞ്ഞവരോട് നമ്മൾ ഇതുവരെ നമ്മൾ മാറ്റി പറയാനുള്ളൊരവസ്ഥ വന്നിട്ടില്ല. ഒരു ദിവസം ഒരു ക്ലാഷ് വന്നു, ഒരു ദിവസം 2 പ്രോഗ്രാമിൻ്റെ കേസ് ഇഷ്യൂ വന്നിട്ട് അത് ഡീലായി. അത് അവർ തന്നെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, അതങ്ങനെ ക്ലിയർ ചെയ്ത് ദൈവാന്വേഷണം കൊണ്ട് മാറി. ഇതുവരെ അങ്ങനത്തെ കമ്മിറ്റി സംഘാടകർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ആദ്യം ഇങ്ങനെ വൈറലായപ്പോഴല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഡാൻസ് രംഗത്ത് നിൽക്കാൻ താല്പര്യമുണ്ട്, ഇതേപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, പെർഫോമൻസിന് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു? വീട്ടുകാർക്ക് 100% സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ പ്രോഗ്രാമിൽ എല്ലാത്തിനും സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. അവര് തന്നെയാണ് നമ്മളെ വിടണത് ഇങ്ങോട്ട്. അതുകൊണ്ട് വൈറലായി കഴിയുമ്പോൾ ഒന്നുകൂടെ സന്തോഷം. അതെ, ഓക്കെ. കൂട്ടുകാരൊക്കെ എല്ലാവരും വൈറലായാലോ അങ്ങനെയാണ്. എല്ലാവരും സപ്പോർട്ടാ. സ്കൂളിലായാലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഭയങ്കര സപ്പോർട്ടാണ്. തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആളുകളൊക്കെ. അതെ, നമ്മളിപ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ടാല് അസ്ത്രയില് പേര് ചോദിച്ചില്ലെങ്കിലും അസ്ത്രയിലുള്ള കുട്ടിയല്ലേ അങ്ങനെ ചോദിക്കും. എന്താണ് അനുഗ്രഹം. എല്ലാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മ വഴി കൂടി പോകണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അസ്ത്രയെ കളിക്കണതല്ലേ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ അറിയപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ നിങ്ങളൊരു താരമായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ആ വീഡിയോ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് പിന്നെയും വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഒരു ദിവസം ഉണ്ടാകും എന്തായാലും നമ്മുടെ സജഷനിൽ, അല്ലേ? അതൊരു സന്തോഷമാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ കയറുന്നത്. അതിനുശേഷം നമ്മൾ 3-4 റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു മത്സരത്തിന് ഞങ്ങൾ പിന്നെ അവിടെ കമ്മിറ്റി സമ്മതിക്കുന്നുണ്ടായില്ല, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് ചെയ്തതാണ്. പക്ഷെ അതൊന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ 11 മില്യൺ ആ വീഡിയോ കയറിയിട്ടുണ്ട്. ഒരു യൂട്യൂബർ മഹേഷ് തൃപ്രയാർ എന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീഡിയോ ആണ്. ഏകദേശം 11 മില്യൺ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് കയറി. ഭയങ്കര ഹാപ്പിയാണ് ആള്, ഭയങ്കര ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതിന് ശേഷം നല്ലപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. കുട്ടികൾ ഓരോരുത്തരുടെയും ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഫാൻസ് 2 കുട്ടികളുടെ ഫാൻസിന്റെ കാര്യങ്ങളൊക്കെ
ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇതല്ല, അവരായിട്ട് വന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും ആരാധകരായി നല്ലപോലെ. നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോൾ 2 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ എങ്കിലും നമ്മൾ അവരുടെ പേരൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണമല്ലോ. പറയാം. സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു. അങ്ങനെ ഇത്രയും പേരാണുള്ളത്. ശരി. അപ്പോൾ നിങ്ങൾ ഈ പാട്ടുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ പരിപാടിയിലേക്ക്? പാട്ടുകളെല്ലാം ചേട്ടനാണ്. ഈ ചേട്ടൻ എന്ന് പറയുമ്പോൾ പേരും കൂടെ പറഞ്ഞു. ഗോകുലനാണ് പാട്ടുകളെല്ലാം സെലക്ഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ മിക്സിംഗ് എല്ലാം ഞങ്ങൾ തന്നെ, മിക്സിംഗ് എല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മത്സരത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആള് രാത്രിയാണ് പരിപാടി കംപ്ലീറ്റ്. രാത്രി ഒരു 11 മണി കഴിയുമ്പോൾ ഇരിക്കും. എന്നിട്ട് എന്നെ വിളിക്കും, ഇന്ന പാട്ടുണ്ട്, ഇന്നതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്പോട്ടിൽ പാട്ടെടുത്തിട്ട് അതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് അഴിച്ചു കൊടുക്കും, കേൾപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ തിരുത്തലുകളൊക്കെ നടത്തി 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മളത് ഫൈനൽ ഔട്ടാക്കും. പിന്നെയാണ് ഇവരിലോട്ട് എത്തിക്കുന്നത്. അതിനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് ഇവരിലോട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ 2.5 മണിക്കൂറല്ലേ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? നല്ല എനർജി വേണം. ഒന്നാമത്തെ കാര്യം, ഇത് കാണുമ്പോഴേ അറിയാം നല്ല എനർജി വേണ്ട ഒരു പെർഫോമൻസ് ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കം തന്നെ ഉണ്ടാവാറില്ല. ഇല്ല. എങ്ങനെയാണ് ആ തയ്യാറെടുപ്പൊക്കെ എന്ന് പറയാമോ? ഞങ്ങൾ രാവിലെ പ്രാക്ടീസിന് വരും. ഇപ്പം കോമ്പറ്റീഷൻ ആണെങ്കിൽ നാളെയാണ് കോമ്പറ്റീഷൻ എങ്കിൽ ഒരു ദിവസം ഫുൾ ഉണ്ടാവും. നാളെ വരെ ഉണ്ടാവും വേണമെങ്കിൽ പ്രാക്ടീസ്. നല്ല കഠിനമായിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും എല്ലാവരും. നല്ല ഇനി റിസൾട്ട് ഉണ്ടാവുള്ളൂ. റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് പിന്നെ ഷോ ആയിട്ട് ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ പ്രോഗ്രാം ആണെങ്കിലും ഇതേപോലെയൊക്കെ തന്നെയാണ്. എല്ലാ ദിവസവും പ്രാക്ടീസും ഉണ്ട്, പ്രോഗ്രാമും ഉണ്ട്. അങ്ങനെ ഈ 2.5 മണിക്കൂറൊക്കെ കളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം എന്താന്നറിയില്ല? ക്ഷീണം ഇല്ല, കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം അറിയില്ല. അഡ്രിനാലിൻ അതൊക്കെ ഏറി അങ്ങ് നിൽക്കുമായിരിക്കും. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാരണം നമ്മൾ വൈകിട്ട് ഒരു പെൺകുട്ടികളാണ്, വീട്ടിൽ സാഹചര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ പോലും നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കാണ് വന്നെങ്കിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എത്ര നേരം ചെയ്യാൻ പറയുന്നു അത്രയും നേരം നിന്ന് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും സെൻറ്ററിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറയാണ്ട് ഇരിക്കൂല. അനുസരണയുള്ള കുട്ടികളാണ്. അതെ, ഞാൻ ഫോൺ വന്ന് പോയാലും അവിടെ നിൽക്കണേ അവിടെ തന്നെ നിൽക്കും ഞാൻ വരുന്നവരെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചില ദിവസങ്ങളിൽ 2 മണി 3 മണി വരെയൊക്കെ പ്രാക്ടീസ് പോകാറുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഭയങ്കര ആവേശമുണ്ട് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിന്ന് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് പുതിയതായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ്. അടുത്തത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യണതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 94475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.